സർ, ഇന്ത്യ പാക് സംഘർഷത്തിന് ശേഷം ചൈനയുടെ പ്രതിരോധ ഓഹരിയുടെ വില കുത്തനെ ഇടിഞ്ഞു എന്നുള്ളൊരു വാർത്തകളൊക്കെയാണ് വരുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഒരു വൻ ശക്തിയുടെ ലക്ഷണമാണ് ആയുധ വിൽപ്പന. അമേരിക്കയാണെങ്കിലും റഷ്യ ആണെങ്കിലും ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ ആയുധ വിൽപ്പന കൊണ്ടാണ് അവരുടെ ഒരു വലിയ രീതിയിൽ വിദേശ നാണ്യം നേടിയെടുക്കുന്നത്. അതിൽ നിന്നും ചൈനയും ഒട്ടും പിന്നോട്ട് പോയില്ല. സമീപകാലത്ത് ചൈന വലിയൊരു ഓർഡിനൻസ് മാനുഫാക്ചറിങ് ആൻഡ് ആംസ് സെല്ലിങ് ഒരു മോഡിലേക്ക് തിരിഞ്ഞു. അപ്പോൾ അവിടെ ചൈനയുടെ ഏറ്റവും മുന്തിയ ക്ലയൻറ്റാണ് അയൽ രാജ്യമായ പാകിസ്ഥാൻ. നമ്മളെപ്പോഴും പാകിസ്ഥാന് ചൈന സഹായം നൽകുന്നു എന്ന് പറയുമ്പോഴും ഇത് കേവലം സഹായമല്ല, കാശ് കൊടുത്ത് ആയുധം വാങ്ങുന്നതാണ്. മലയാളത്തിൽ സേയിങ് ഉണ്ടല്ലോ, കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങുന്നു. അത് നല്ലതാണ് കേട്ടോ. കടിക്കുന്ന പട്ടിയല്ല വാങ്ങിയിരിക്കുന്നത്, പല്ല് കൊഴിഞ്ഞ പട്ടിയെ വാങ്ങിയതിന് തുല്യമാണ് ചൈനയുടെ J-10 വിമാനങ്ങൾ, JF-10 വിമാനങ്ങൾ, അതുപോലെ PL-15 മിസൈലുകൾ. ഇത് രണ്ടും കാര്യമായി പാകിസ്ഥാൻ ഉപയോഗിച്ചു ഇന്ത്യക്കെതിരെ. കിംഫലം താഴെ പോയില്ലേ? വിമാനങ്ങളും താഴെ പോയി, മിസൈലുകൾ താഴെയോട്ട് വീണതുമില്ല. ഇതൊക്കെ ആകാശത്ത് വെച്ച് തന്നെ നമ്മുടെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത മിസൈലുകൾ, പ്രത്യേകിച്ച് ആകാശ് മിസൈലുകൾ ഭാരതത്തിൻ്റെ ആകാശം സംരക്ഷിക്കുന്ന കാഴ്ച കണ്ടു. അങ്ങനെ നോക്കുമ്പോൾ ചൈനയ്ക്ക് വലിയ തിരിച്ചടിയാണ്. അപ്പോൾ ചൈനയുടെ ആളുകൾ, വിദേശ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ഓഹരി വാങ്ങൽ ആളുകൾ വൻ തോതിലാണ് ഭാരത പാകിസ്ഥാൻ സംഘർഷം വ്യാപിച്ചപ്പോൾ ഈ പഹൽഗാമിന് ശേഷം നടന്ന ഇന്ത്യ നടത്തിയ തിരിച്ചടിയും ഇന്ത്യ നടത്തിയ ഒരു പ്രിസിഷൻ അറ്റാക്ക് അഗൈൻസ്റ്റ് ടെറർ സെൻറ്റേഴ്സ്, അതിനുശേഷം പാകിസ്ഥാൻ ചൈനയുടെ ആയുധങ്ങൾ വൻതോതിൽ ഉപയോഗിക്കുന്നു എന്ന ഒരു വാർത്ത വന്നു. അതിൻ്റെ പ്രഹരശേഷി കേവലം പരിമിതമായിരുന്നു, അല്ലെങ്കിൽ ഇല്ലായിരുന്നു എന്ന് മനസ്സിലായപ്പോൾ അത് ഓലപ്പടക്കമായിരുന്നു, ചീറ്റിപ്പോയി എന്നൊക്കെ ഉള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ് ഹാങ്സെൻ ഇൻഡെക്സ്. അതുമാത്രമല്ല, ആ ഇൻഡെക്സിലെ ഓഹരികൾ, ഈ ഡിഫൻസ് മാനുഫാക്ചറിങ് കമ്പനികൾ, വിമാനം ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട്, മിസൈൽ നിർമ്മിക്കുന്ന കമ്പനികളുണ്ട്, അതുമായി ബന്ധപ്പെട്ട ഓഹരികൾ മൊത്തം ഓഹരി വിപണിയുടെ തകർച്ചയേക്കാൾ ഉയർന്ന തോതിൽ 7-8% ഒരു ദിവസം തന്നെ തകർന്നു. നമ്മളെപ്പോഴും ചൈന ഉപകരണങ്ങൾ, ചൈനയിൽ വാങ്ങിക്കുന്ന പല വസ്തുക്കളും നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പലപ്പോഴും കളിയാക്കിയൊക്കെ പറയാറുണ്ട്. പക്ഷേ അതേസമയം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള അമേരിക്ക പോലുള്ള രാജ്യങ്ങളുടെ പല വസ്തുക്കളും പല സാധനങ്ങളും ചൈനയുടെ നിർമ്മാണമാണ് എന്നുള്ള ഒരു കിംവദന്തിയുണ്ട്. പക്ഷേ അത് ഇപ്പോൾ അതെല്ലാം പൊട്ടി പാളീസായിരിക്കുമല്ലേ ഈ മിസൈലൊക്കെ നമ്മുടെ കയ്യിൽ അതുപോലെ കിട്ടത്തക്ക രീതിയിൽ വന്നപ്പോൾ? ചൈനീസ് കളിപ്പാട്ടങ്ങൾ നല്ലതാണ്, പക്ഷേ മിസൈലുകളും കേവലം കളിപ്പാട്ടം പോലെയാണ് എന്നാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. പാകിസ്ഥാൻ അത് മിസൈലാണെന്ന് കരുതി ഉപയോഗിച്ചു, പക്ഷേ കളിപ്പാട്ടം പോലെ അത് പൊടിഞ്ഞ് പാളീസാകുന്ന ഒരു കാഴ്ച. ഇത് രണ്ട് രീതിയിൽ തന്നെ വിലയിരുത്താം. തമാശ മാറ്റി നിർത്തി രണ്ട് രീതിയിൽ തന്നെ വിലയിരുത്താം. ഒന്ന്, ചൈന 2 തരം ആയുധങ്ങൾ നിർമ്മിക്കും. അവരുടെ ആവശ്യത്തിനുള്ള, അവരുടെ മുന്തിയ കസ്റ്റമേഴ്സിന് വേണ്ടി 1-ാം തരം ആയുധങ്ങൾ നിർമ്മിക്കും, വിൽക്കും. ആയുധങ്ങൾ മാത്രമല്ല, എന്തും, മരുന്നാണെങ്കിലും ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി, ടയർ ആണെങ്കിലും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ക്വാളിറ്റി, എല്ലാം വ്യത്യസ്തമായ ക്വാളിറ്റിയിൽ. ഒരു സ്റ്റാൻഡേർഡൈസേഷൻ അവിടെ ഇല്ല. ജാപ്പനീസ് ഉൽപ്പന്നങ്ങൾക്കും ജർമ്മൻ ഉൽപ്പന്നങ്ങൾക്കും ഒരു വിപണിയിലൊരു പ്രീമിയം ഉള്ളത് അതിൻ്റെ ഒരു ഫസ്റ്റ്, സെക്കൻഡ് കണ്ണുമടച്ച് ജർമ്മൻ ഉൽപ്പന്നങ്ങൾ വാങ്ങാം. ചൈന എന്ന് പറയുന്നത് പക്ക കച്ചവടമാണ്. അത് അധികം പണമില്ലാത്തവർക്കും ചൈനീസ് ഉൽപ്പന്നം വാങ്ങാം, അത് തേർഡ് ക്വാളിറ്റി ആയിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതനുസരിച്ചാണ് പാകിസ്ഥാനെ ചൈന കണ്ടത്. പാകിസ്ഥാനല്ലേ, അവർക്കിതൊക്കെ മതി, പിള്ളേർക്കിതൊക്കെ മതി എന്ന മട്ടിൽ കുറേ ആയുധങ്ങൾ എടുത്ത് അണിയുക എന്നതും ഇന്ത്യയെ പേടിപ്പിക്കുക എന്നതും ഒക്കെയായിരുന്നു പാകിസ്ഥാൻ്റെ ആഗ്രഹം. അതൊരു യഥാർത്ഥ യുദ്ധ അന്തരീക്ഷത്തിലേക്ക് വന്നപ്പോൾ ചൈനയുടെ ഈ വിമാനങ്ങളുടെ ഉൾപ്പെടെ പ്രഹരശേഷി, അതിൻ്റെ ഒരു അത്യന്താധുനിക, അപ്പം അമേരിക്കൻ ഫൈറ്റർ പ്ലെയിൻസ് F-16 ഉൾപ്പെടെയുള്ള ഫൈറ്റർ പ്ലെയിൻസ് ആർ സ്റ്റിൽ ഗുഡ്. F-35 ഒന്നും കൊടുത്തിട്ടില്ല, പക്ഷേ F-16 ഉണ്ട്, പാകിസ്ഥാൻ്റെ കൈവശമുണ്ട്. അപ്പോൾ അതിനേക്കാൾ എത്രയോ മികച്ചതാണ് ഇന്ത്യയുടെ സുഖോയ് MKI-30 വിമാനങ്ങൾ, റഫാൽ വിമാനങ്ങൾ. നല്ല അന്യായ വില കൊടുത്ത്, അമാന്തം പിടിച്ച വില കൊടുത്ത് ഫ്രാൻസിൽ നിന്ന് വാങ്ങിയതാണ്. പക്ഷേ ഇറ്റ് സെർവ് ദ പർപ്പസ്. ആകാശത്ത് നിന്നുകൊണ്ട് തന്നെ, ഇന്ത്യയുടെ വ്യോമാതിർത്തിയിൽ നിന്നുകൊണ്ട് തന്നെ, പാക് വ്യോമാതിർത്തി ഭേദിക്കാതെ
പാകിസ്ഥാൻ്റെ ഉള്ളിൽ കിലോമീറ്ററുകൾക്കുള്ളിലേക്ക് ആക്രമണം നടത്തി ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ കൃത്യതയോടെ തകർക്കാൻ ഇന്ത്യയുടെ റഫാൽ വിമാനങ്ങൾക്ക് കഴിഞ്ഞു. അത് മാത്രമല്ല, ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് മിസൈലാണ് ഇന്ത്യയുടെ താരം. ബ്രഹ്മോസാണ് താരം. അപ്പോൾ ബ്രഹ്മോസിൻ്റെയൊക്കെ മാർക്കറ്റ് അങ്ങ് കൂടുകയാണ്. ഒരുപാട് എൻക്വയറീസ് വരികയാണ്. ആഫ്രിക്കൻ രാജ്യങ്ങൾ, ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾ, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ, ഏകദേശം 17 രാജ്യങ്ങളോളം ബ്രഹ്മോസിനെ തേടിയെത്തുന്നു. അപ്പോൾ ഇതിന് നമ്മളിപ്പം ഈ ആയുധ പ്രദർശന ഇടങ്ങളിലല്ലേ ബ്രഹ്മോസിനെ കണ്ടിട്ടുള്ളൂ. യഥാർത്ഥ ബാറ്റിൽ ഫീൽഡിൽ ഉപയോഗിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ പ്രഹരശേഷി, അതിൻ്റെ കൃത്യത, കണിശത മനസ്സിലാക്കൂ. അതുകൊണ്ട് ഒരു പരിധിവരെ എനിക്ക് പറയാനുള്ളത്, ഇന്ത്യയുടെ ആവശ്യമായിരുന്നു യഥാർത്ഥത്തിൽ എവിടെയെങ്കിലും ഇതൊന്ന് ഉപയോഗിക്കുക. എങ്കിൽ മാത്രമല്ലേ അതിൻ്റെ വ്യാപ്തി നമുക്കറിയാൻ പറ്റൂ. അതിന് പാകിസ്ഥാനായി അവസരം ഉണ്ടാക്കി, അത് ഉപയോഗിച്ചു. നമ്മുടെ ഭാരതത്തിന്റെ ഒരു ചരിത്രം അനുസരിച്ചാൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല യുദ്ധം. മഹാഭാരത കാലഘട്ടം മുതൽ യുദ്ധങ്ങളുണ്ട്. അപ്പോൾ ഒരു തഴക്കവും പഴക്കവും ഒക്കെ യുദ്ധത്തിന്റെ ശരിതെറ്റുകളും അല്ലെങ്കിൽ അത് എങ്ങനെ പ്രയോഗിക്കണം എന്നുള്ളതും നമ്മുടെ ഇന്ത്യൻ ജനതയ്ക്ക് അറിയാം, ഇന്ത്യൻ സൈന്യത്തിനറിയാം. ഒരു പക്ഷേ ചൈനയ്ക്ക് ഈ ഒരു പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരിക്കും. അത് കൃത്യമായിട്ടുള്ളൊരു യുദ്ധമുഖം അവർ കണ്ടിട്ടില്ല. അതുകൊണ്ടായിരിക്കത്തില്ല ഇത്തരത്തിൽ ചീറ്റിപ്പോയത്. ചൈന ഒരു വലിയ സിവിലൈസേഷണൽ പവറാണ്. ചൈന എത്രയോ പടയോട്ടങ്ങൾ കണ്ട സ്ഥലമാണ്. പക്ഷേ മഹാഭാരത യുദ്ധം മുതൽ തന്നെ ഇന്ത്യയിൽ യുദ്ധങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ അവകാശികളാണ് ഗാന്ധാര രാജ്യം. അത് കാണ്ഡഹാറാണ്, അഫ്ഗാനിസ്ഥാനാണ്. അത് ഇന്ത്യയുടെ ഒരു വിശാല ഇന്ത്യയുടെ ഭാഗമാണ്. പാകിസ്ഥാൻ അല്ലേ, അതും വിശാല ഇന്ത്യയുടെ ഭാഗമാണ്. അതൊക്കെ യുദ്ധം കണ്ട് വളർന്ന പ്രദേശങ്ങളാണ്, പടയോട്ടങ്ങൾ കണ്ടതാണ്. മുഗൾസിൻ്റെ അതിന് മുമ്പുള്ള ഈ മധ്യപൗരസ്യ പ്രദേശത്തു നിന്ന് വരുന്ന പടയോട്ടങ്ങൾ കണ്ട ഒരു മണ്ണാണ്. അതുകൊണ്ട് യുദ്ധം ഒത്തിരിയല്ല. പക്ഷേ ഇതിന് ഒരു നേഷൻ എന്ന നിലയിൽ ഇന്ത്യ പുലർത്തുന്ന ചില മര്യാദകളുണ്ട്, ധാർമ്മികതയുണ്ട്. ശത്രുവിൻ്റെ ടാർഗറ്റുകൾ, നമ്മൾ തകർക്കാൻ ഉദ്ദേശിക്കുന്ന ടാർഗറ്റുകൾ അല്ലാതെ കൊളാറ്ററൽ ഡാമേജ് ഉണ്ടാകുന്നില്ല എന്ന് ഇന്ത്യ കൃത്യമായി ഉറപ്പുവരുത്തി. അതതിൻ്റെ ധാർമ്മികതയാണ്. ഭീകരവാദ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നു. രണ്ടാം ലെവലിൽ ഇന്ത്യയുടെ വ്യോമതാവളങ്ങൾ ആക്രമിക്കുമ്പോൾ തത്തുല്യമായ രീതിയിൽ പാകിസ്ഥാൻ്റെ വ്യോമകേന്ദ്രങ്ങളെ ആക്രമിക്കുന്നു. ഇത് ഒരു നീതിബോധമുണ്ട് അവിടെ. പാകിസ്ഥാൻ അങ്ങനെയല്ലല്ലോ. ഇന്ത്യയുടെ സാധാരണ ജനങ്ങളെ അതിർത്തിയിൽ വ്യാപകമായ ഷെല്ലാക്രമണം. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ജവാന്മാർ മരിച്ചതും സിറ്റിസൺസ് മരിച്ചതും എല്ലാം തന്നെ യുദ്ധഭൂമിയിലല്ലെന്ന് ഓർക്കണം. അവരുടെ മേൽ ഷെൽ വന്ന് വീഴുകയാണ്. ഇൻഡിസ്ക്രിമിനേറ്റഡ് ഫയറിങ് ആൻഡ് ഷെൽ വർഷമാണ്. അപ്പോൾ ഇത് തമ്മിൽ രീതിശാസ്ത്രത്തിന് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് അത് മാത്രമല്ല, ആയുധങ്ങളുടെ സെലക്ഷൻ, ഉപയോഗം, ഇതിലെല്ലാം തന്നെ ഇന്ത്യ മികച്ചു നിന്നു. പാകിസ്ഥാൻ ഡിഡ് നോട്ട് ഹാവ് എ സിസ്റ്റം ഇൻ പ്ലേസ്. ഇന്ത്യക്ക് വളരെ വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, വെൽ ഡിഫൈൻഡ് ടാർഗറ്റ്സ് ആൻഡ് എക്സിക്യൂഷൻ വാസ് മെറ്റിക്കുലസ് ആൻഡ് പ്രിസിഷൻ ഓറിയൻറ്റഡ്. ഈ വ്യത്യാസമാണ് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള വ്യത്യാസം. ചൈനയ്ക്ക് അതില്ലാതെ പോകുന്നു. ചൈന കാര്യം വിൽക്കണമെന്നേ ഉള്ളൂ, വിൽക്കണം, കാശുണ്ടാക്കണം എന്നതല്ലാതെ അതിൻ്റെ ഉപയോഗക്ഷമത, ഞങ്ങൾ വിറ്റ ആയുധം അവർക്ക് പ്രയോജനപ്പെട്ടോ എന്നതിൻ്റെ റിയാലിറ്റി ചെക്ക് ചൈനയ്ക്ക് ഇല്ലാതെ പോയി. ഇപ്പോൾ അമേരിക്ക ചൈന ഒരു വാണിജ്യ ഇടപാട് തന്നെ ഒരു ഓഹരി വാറിലോട്ട് തന്നെ നിൽക്കുകയാണ്. ഇതിനിടയ്ക്കാണ് തീരുവ വാറിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഒരു പ്രതിരോധ വില കുത്തനെ താഴ്ന്നത്. അപ്പോൾ ഇത് വല്ലാണ്ട് അവരെ ബാധിക്കാൻ സാധ്യതയില്ല. ചൈന അമേരിക്ക യുദ്ധത്തിൽ, ഈ വ്യാപാര യുദ്ധത്തിൽ തൽക്കാലത്തേക്കൊരു ഏതാനും ആഴ്ചകൾക്കുള്ള 90 ദിവസത്തേക്കുള്ള ഒരു വെടിനിർത്തൽ അവിടെയും കാണുന്നു. അപ്പോൾ ചൈനയുടെ ആ ഒരു ഫെൻറ്റാനിൽ നികുതി 20% ഒഴിച്ച് മറ്റ് ഫ്ലാറ്റ് 10%. അപ്പോൾ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 30% നികുതി. അപ്പം 145% നികുതിയിൽ നിന്നും കേവലം 30% തൽക്കാലമായി കുറച്ച് ഒരു ആശ്വാസമുണ്ട്. പക്ഷേ ഇന്ത്യക്ക് തീർച്ചയായും മുന്നോട്ട് പോകാനാവും എന്നതും വളരെ ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ചൈനയുടെ ഒരു ആഗോള വിപണിയിലെ ചൈനയുടെ ഒരു ക്രെഡിബിലിറ്റി, മാർക്കറ്റ് വാല്യൂ, സസ്റ്റൈനബിലിറ്റി, ചൈനയെ തകർക്കണമെന്ന് ആഗ്രഹം അമേരിക്കയ്ക്കുണ്ട്. വലിയ തോതിൽ അമേരിക്കയ്ക്ക് ചൈനയെ തകർക്കണം നേരിട്ടല്ല, അതിന് ഒരുപാട് മാർഗങ്ങളുണ്ട്. അപ്പോൾ ചൈനയുടെ പ്രതിരോധ രംഗത്ത് അമേരിക്കയുടെ റൈവൽ കൂടിയാണ് ചൈന. അവർ തമ്മിൽ മത്സരമെന്നല്ല, ആയുധ വിപണിയിൽ ചൈനയും അമേരിക്കയും തമ്മിൽ മത്സരിക്കുമ്പോൾ അമേരിക്കൻ ആയുധങ്ങൾ എവിടെ നിൽക്കുന്നു, ചൈനീസ് ആയുധങ്ങൾ എവിടെ നിൽക്കുന്നു എന്നതും ഒരു ചോദ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചൈനയ്ക്ക് എങ്ങനെ നോക്കുമ്പോഴും പാകിസ്ഥാനെ പ്രകോപിപ്പിച്ച്, പാകിസ്ഥാനെ എരിവ് കയറ്റി ഇന്ത്യക്കെതിരെ തിരിച്ചു. പക്ഷേ അത് സത്യം ഇന്ത്യക്ക് ഗുണമായി, ചൈനയ്ക്കത് പാരയുമായി. തങ്ങളുടെ വെപ്പൺസിൻ്റെ ശൂന്യത, പൊള്ളത്തരം ലോകത്തിന് മനസ്സിലായി. അപ്പോൾ ചൈനയ്ക്ക് കിട്ടാവുന്ന ചില ഡിഫൻസ് ഓർഡേഴ്സ് ഇന്ത്യയിലേക്ക് പയ്യെ മാറും എന്നതാണ് ആത്യന്തികമായ ഇതിൻ്റെ ബാക്കി പത്രം.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.